നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് BNSS അല്ലെങ്കിൽ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023 എന്ന് പറയുന്നതിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെന്ന് പറയുന്നത് BNSSന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. അപ്പൊ നമ്മുടെ സിലബസിനകത്ത് BNSSനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് ഏറ്റവും പ്രധാനമായിട്ടും ആദ്യം പഠിക്കാനുള്ളത് ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നെന്ന് പറയുന്നത് 2A എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 2A പുതിയതാണ്. നമ്മുടെ CRPCക്കകത്തൊന്നും 2A ഇല്ലായിരുന്നു. അതുപോലെ തന്നെ 2C എന്ന് പറഞ്ഞാൽ എന്താണ്, 2G എന്താണ്, 2H, 2K, 2L, 2O, 2X, Y, Z ഇത്രയും കാര്യങ്ങൾ കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന BNSSുമായി ബന്ധപ്പെടുത്തിയിട്ട് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുമായി ബന്ധപ്പെടുത്തിയിട്ട് പഠിച്ചിരിക്കണമെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സിലബസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ റിയൽ ലൈഫ് എക്സാമ്പിൾസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യും? പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ BNSSന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. ആദ്യത്തെ ക്ലാസ് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് നോക്കുക. അതിനകത്ത് BNSSന്റെ ഫസ്റ്റ് ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ആ ക്ലാസ് കാണുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനും കൂടി മറക്കരുത്. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ക്ലാസ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് തന്നെ കടക്കാം. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് BNSSന്റെ സെക്ഷൻ 2A എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, 2A എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് സത്യം പറഞ്ഞാൽ ഈ 2A നമ്മൾ 2A എന്നല്ല പറയേണ്ടത്. കാര്യം ഇത് നമ്മുടെ ഒറിജിനൽ BNSSനകത്തോട്ട് പോകുമ്പോഴത്തേക്കും സെക്ഷൻ 2ൽ 1A എന്നൊക്കെ പറഞ്ഞാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് പോട്ടെ, കാരണം നമുക്ക് സിലബസിനകത്ത് 2A എന്ന് പറഞ്ഞാണ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് അത്രയും പഠിച്ചാൽ മതി. വലിയ കോംപ്ലിക്കേഷൻസിലോട്ടൊന്നും നമുക്ക് പോകേണ്ട കാര്യം ഇല്ല. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് എന്താണ് സെക്ഷൻ 2A എന്ന് പറഞ്ഞാൽ? BNSSലെ സെക്ഷൻ 2A എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഓഡിയോ വിഷ്വൽ അല്ലെങ്കിൽ ദൃശ്യ ശ്രവ്യ ഇലക്ട്രോണിക് മാർഗങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന BNSSലെ സെക്ഷൻ ചോദിച്ചാൽ അത് ഏതെന്ന് പറയണം? സെക്ഷൻ 2A എന്ന് പറയണം. എന്താണ്? BNSSല് ദൃശ്യ ശ്രവ്യ അല്ലെങ്കിൽ ശ്രവ്യ ദൃശ്യ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന BNSSലെ സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് 2A ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ പോലീസ്, WCPO, CPO, IRB, SI ഒക്കെ എഴുതുന്നവർക്ക് ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. കാര്യം നമ്മുടെ IPC ആദ്യം വന്ന സമയത്ത് ചോദിച്ച ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോ നമുക്ക് ഈ ഒരു എക്സാമിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും കുറച്ച് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഒരുപാട് പുതിയ സെക്ഷൻസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഫസ്റ്റ് എക്സാം എപ്പോഴും നമുക്കൊരു സിമ്പിൾ ആവാൻ തന്നെയാണ് സാധ്യത. കാരണം കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ അത് തന്നെയാണ് കണ്ടത് അല്ലേ. അപ്പൊ എന്തായാലും തീരെ നമ്മൾ ബേസ് ലെവലിലോട്ടല്ല ചെന്ന് പഠിക്കേണ്ടത്, കുറച്ച് അഡ്വാൻസ് ലെവലിലോട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യേണ്ട ആവശ്യമാണ്. അത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതുമായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞു ആദ്യത്തെ സെക്ഷൻ 2Aയിൽ പറയുന്നത് എന്താണ്? ശ്രവ്യ ദൃശ്യ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് 2A. അപ്പൊ എന്താണ് ഈ പറയുന്ന ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ് എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉള്ളിൽ വന്നേക്കാം. എന്താണെന്നുള്ള കാര്യം ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. സംഭവം വേറെ ഒന്നുമല്ല, നമ്മൾ ഈ പറയുന്ന ആദ്യം ഈ BNSSന് പകരം വന്നിട്ടുണ്ടായ അല്ലെങ്കിൽ BNSS എന്തിനെ റീപ്ലേസ് ചെയ്താണ് വരുന്നത്? CRPC ആണ് അല്ലെ. അപ്പൊ CRPC ഈ പറയുന്ന 1973 വരുന്ന ഈ ഒരു CRPCയുടെ കാര്യം ആ ഒരു സമയത്ത് നമുക്കറിയാം ഈ പറയുന്ന വീഡിയോ കോളിംഗ് ഇല്ലായിരുന്നു, വീഡിയോ കോൺഫറൻസിങ് ഇല്ലായിരുന്നു. അങ്ങനെ ഒരുപാട് എന്ത് ചെയ്തു? ടെക്നോളജിക്കൽ ലിമിറ്റേഷൻസ് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു അല്ലെ. പക്ഷേ ഈ ഉള്ള 2025 എന്തെങ്കിലും ടെക്നോളജിക്കൽ ലിമിറ്റേഷൻസ് ആർക്കെങ്കിലും ഉണ്ടോ? പാവപ്പെട്ടവനായാലും പണക്കാരനായാലും എല്ലാവരുടെ കയ്യിൽ എന്തുണ്ട്? മൊബൈൽ ഫോൺ ഉണ്ട്, സ്മാർട്ട് ഫോൺ ഉണ്ട്. ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീഡിയോ എടുക്കാൻ പറ്റും, വീഡിയോ എടുത്ത് അയക്കാൻ പറ്റും, വീഡിയോ കോൺഫറൻസിങ്ങിന് പറ്റും. എല്ലാ ഫെസിലിറ്റീസും നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പുതിയ നിയമങ്ങൾ നമുക്ക് പഠിക്കേണ്ട ഒരു ആവശ്യകത നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്ന മറ്റൊന്നുമല്ല, വീഡിയോ കോൺഫറൻസിങ്, അതുപോലെ തന്നെ തിരിച്ചറിയൽ പ്രക്രിയ, അതുപോലെ തന്നെ പരിശോധന, പിടിച്ചെടുക്കലും അല്ലെങ്കിൽ തെളിവ് എന്നിവയുടെ നടപടിക്രമങ്ങൾ റെക്കോർഡ് ചെയ്യൽ, ഇതെല്ലാം എന്ത് ചെയ്യാം? ഇതെല്ലാം നിലവിൽ നമുക്ക് അംഗീകരിക്കാനായി കഴിയുന്ന കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ നേരത്തെ ഈ പറയുന്ന വീഡിയോ റെക്കോർഡിങ്സിനും അതുപോലെ തന്നെ എന്താണ് മൊബൈൽ ഫോണിൽ ഉള്ള റെക്കോർഡിങ്സിനൊന്നും വലിയ വാലിഡിറ്റി ഇല്ലാത്തൊരു സമയമായിരുന്നു നേരത്തെ ആ ഒരു CRPCക്കകത്തും അതുപോലെ തന്നെ IPCക്കകത്തും നമുക്ക് ഉണ്ടായിരുന്നത്.
പക്ഷേ നിലവിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രതിയെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് വീഡിയോ കോൺഫറൻസ് വഴി നമുക്ക് പോലീസുകാരൻ, ഇപ്പൊ നമ്മൾ പോലീസ് ആണ് എന്നുള്ളൊരു ബോധ്യത്തിൽ വേണം നമ്മളത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പോലീസ് ആണെന്നുണ്ടെങ്കിൽ കോടതിയിൽ അല്ലെങ്കിൽ കോടതിയിൽ ആ പ്രതിയെ കൊണ്ടുപോകുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ വീഡിയോ കോൺഫറൻസ് വഴി പ്രതിയെ എന്ത് ചെയ്യാൻ പറ്റും, കോടതിക്ക് നമുക്ക് സമർപ്പിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് തിരിച്ചറിയൽ പ്രക്രിയയും കാര്യങ്ങളും ഒക്കെ നമുക്ക് വീഡിയോ കോൾ വഴി, വീഡിയോ കോൺഫറൻസിങ് വഴി നമുക്ക് അത് കണ്ടക്ട് ചെയ്യാൻ പറ്റും. പരിശോധനയും പിടിച്ചെടുക്കലും നമുക്ക് വീഡിയോസ് ആയിട്ട് റെക്കോർഡ് ചെയ്യാം. ഈ വീഡിയോസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ കണ്ടന്റിന് എന്തുണ്ട്, തെളിവ് അല്ലെങ്കിൽ വീഡിയോ കണ്ടന്റിന് അത്രയും പ്രസക്തി എവിടെയുണ്ട്, കോടതിയിലുണ്ട്. ഓക്കെ, സോ സെക്ഷൻ 2A എന്ന് പറയുന്നത് എന്താണ്, ദൃശ്യ ശ്രവ്യ ഇലക്ട്രോണിക് മാധ്യമം. ഓക്കെ, നിങ്ങൾ ആ ഒരു കണ്ടന്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി, അല്ലാതെ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് അതുപോലെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യാം, തിരിച്ചും മറിച്ചും ഒക്കെ PSC ചോദിക്കാം. എങ്ങനെയാണ്, ഞാൻ ഈ പറഞ്ഞ ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ആ പറഞ്ഞ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നാൽ മതി. അപ്പൊ 2A പറയുന്ന മറ്റൊന്നുമില്ല, ദൃശ്യ ശ്രവ്യ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ വീഡിയോ കോൺഫറൻസിങ്, തിരിച്ചറിയൽ പ്രക്രിയ, പരിശോധനയും പിടിച്ചെടുക്കലും കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ ആയിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. വീഡിയോ ആയിട്ട് സബ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അത്രയും എന്തുണ്ടാവും, അത്രയും വാല്യൂ ഈ പറയുന്ന കോടതിയിലും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ആശയവിനിമയം കൈമാറ്റം ചെയ്യൽ എന്നിവയ്ക്കായും അതുപോലെ തന്നെ കൂടാതെ സർക്കാർ ചട്ടങ്ങളിൽ മറ്റു ആവശ്യങ്ങൾക്കായും മറ്റു മാർഗങ്ങളിലും നൽകിയിരിക്കുന്ന ഏതെങ്കിലും ആശയവിനിമയ ഉപകരണം ഉപയോഗിക്കുന്നത് ഉൾപ്പെടുത്തുന്നു. സംഭവം വേറെ ഒന്നുമില്ല, നമ്മൾ ഈ പറഞ്ഞ വീഡിയോ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഇതിനകത്ത് കുറച്ച് മാറ്റി കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ പറയുന്ന വീഡിയോ കോൺഫറൻസിങ്ങിനും അതുപോലെ തന്നെ ഓഡിയോ വീഡിയോ വിഷ്വൽ എയ്ഡ്സിനും എന്തുണ്ട്, അത്രയും പ്രസക്തി ഉണ്ട് എന്ന് പ്രതിപാദിക്കുന്ന CRPCന്റെ സെക്ഷനാണ് ഈ പറയുന്ന CRPCയിലല്ല BNSSന്റെ സെക്ഷനാണ് ഈ പറയുന്ന BNSSന്റെ സെക്ഷൻ 2A. അപ്പൊ നേരത്തെ ഏതോ കമന്റ്സിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, CRPC നമുക്ക് പഠിക്കണോ എന്ന്. പഠിക്കണ്ട, CRPC തിരിഞ്ഞു പോലും നോക്കണ്ട, IPC തിരിഞ്ഞു പോലും നോക്കണ്ട. പക്ഷെ ഇതിന്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, എത്ര സെക്ഷൻസ് ഉണ്ട്, ഏത് വർഷം നിലവിൽ വന്നു, ആര് കൊണ്ടുവന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞിരുന്നാൽ മതിയാവും. ഓക്കെ, അപ്പൊ 2A ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിൽ ഇനി വേറെ സംശയമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത് നമുക്കിനി നോക്കാനുള്ളത് എന്താണ് സെക്ഷൻ 2C എന്ന് പറഞ്ഞാൽ എന്താണ് CRPCയിലെ സെക്ഷൻ 2C. അപ്പൊ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മുടെ നിലവിലെ കേരളത്തിൽ തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ, ഏകദേശം 1000-ൽ കൂടുതൽ ഉദ്യോഗാർത്ഥികളാണ് നമ്മുടെ ഈ പറയുന്ന ലാസ്റ്റ് ബാച്ചിൽ തന്നെ അഡ്മിഷൻ ആയിട്ടുള്ളത്. അപ്പോൾ നിലവിൽ നമ്മൾ ഒരു ബാച്ച് കൂടി CPOയുടെയും WCPOയുടെയും അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് പേര് ഈ പറയുന്ന റിക്വസ്റ്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് പുതിയൊരു ബാച്ച് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ CPO WCPOയുടെ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്, അതിന്റെ മോഡൽ എക്സാംസ്, അതിന്റെ നോട്ട്സ്, അതിന്റെ മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ ഓഡിയോ ക്ലാസ്സുകൾ, വീഡിയോ ക്ലാസ്സുകൾ, ലൈവ് സെഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബാച്ച് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 600 റുപ്പീസാണ്, 600 രൂപയാണ് പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, 996111699272. ഈ നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പിൽ ഈ ഒരു പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ആ ഗ്രൂപ്പിനകത്താണ് ഈ പറയുന്ന ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ കിട്ടുക. അപ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ടത്, ഈ നമ്പറിലേക്ക് വിളിക്കരുത്, ഇത് കോൾ എനേബിൾഡ് നമ്പർ അല്ല, വാട്സ്ആപ്പ് നമ്പറാണ് കേട്ടോ. അപ്പോൾ ഈ നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്തിട്ട് ഇതേ നമ്പറിലേക്ക് തന്നെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതിയാവും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് തന്നെ കിടക്കാം. എന്താണ് സെക്ഷൻ 2C എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനകത്ത് പറയുന്നത് ജാമ്യം അനുവദിക്കേണ്ട കുറ്റം എന്നതിന്റെ നിർവചനം ഉൾക്കൊള്ളുന്ന വകുപ്പാണ് എന്ത്, സെക്ഷൻ 2C. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് സിലബസിൽ നോക്കുകയാണെങ്കിൽ ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ ജാമ്യം അനുവദിക്കേണ്ട കുറ്റങ്ങളെ കുറിച്ചും ജാമ്യം അനുവദിക്കേണ്ട അല്ലെങ്കിൽ അനുവദിക്കാൻ പാടില്ലാത്ത കുറ്റങ്ങളെ കുറിച്ചും അതൊക്കെ എന്താണ് എന്ന് പറയുന്നതാണ് സെക്ഷൻ 2C. ഓക്കെ, അപ്പോ 2C എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോഗ്നിസീവ്, ഈ പറയുന്ന ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ എന്ന് മാത്രം പഠിച്ചിരുന്നാൽ. 2C എന്ന് പറഞ്ഞാൽ എന്താണ്, ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ, അങ്ങനെ പഠിച്ചിരുന്നാൽ മതിയാവും. A എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, A ഫോർ ആപ്പിൾ അല്ല, A ഫോർ ഇനി നിങ്ങൾക്ക് ഓഡിയോ വിഷ്വൽ ആണ്. A ഫോർ ആപ്പിൾ അല്ല, A ഫോർ ഓഡിയോ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ വീഡിയോ എന്നോ ഓഡിയോ വിഷ്വൽ എന്നോ ഒക്കെ പഠിക്കാം. അപ്പോ A ഫോർ എന്താണ്, ആപ്പിൾ അല്ല, A ഫോർ ഓഡിയോ വിഷ്വൽ ആണ്. അപ്പൊ C ഫോർ എന്താണ്, നമുക്ക് C കഴിഞ്ഞാൽ അടുത്ത അല്ലെങ്കിൽ സിക്ക് മുന്നേ വരുന്ന ലെറ്റർ ഏതാണ്, B ആണ് അല്ലെ. അപ്പൊ B കഴിഞ്ഞിട്ടല്ലേ അടുത്ത ലെറ്റർ വരുന്നത്, C വരുന്നത്, അങ്ങനെ ഓർത്താൽ മതി. അപ്പോ ഈ സിക്ക് മുന്നേ വരുന്ന ലെറ്റർ ഏതാണ്, B ആണ്. അപ്പൊ B ഫോർ എന്താണ്, B ഫോർ ബോയ് അല്ലെങ്കിൽ B ഫോർ ബോൾ അല്ല, B ഫോർ നമുക്ക് പഠിക്കേണ്ടത് ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ എന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പൊ A ഫോർ ആപ്പിൾ അല്ല, A ഫോർ ഓഡിയോ വിഷ്വൽ അല്ലെങ്കിൽ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീഡിയംസ് ആണ്, മീൻസ് ആണ്. അപ്പൊ B ഫോർ അല്ലെങ്കിൽ B കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് B ആണ് ലെറ്റർ വരുന്നത്, B നമുക്ക് പഠിക്കാനില്ല. സോ B കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലെറ്റർ എന്താണ്, C ആണ് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു B നമുക്ക് പഠിക്കാനില്ല എന്ന് പറഞ്ഞു. അപ്പൊ B വെച്ച് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്,
ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസ്. ഓക്കെ, എന്ന് വെച്ചാൽ ജാമ്യം അനുവദിക്കേണ്ടതും ജാമ്യം അനുവദിക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള കുറ്റങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന BNSSലെ സെക്ഷനാണ് എന്ത്? BNSSലെ സെക്ഷനാണ് ഈ പറയുന്ന സെക്ഷൻ 2C എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് 2Cയിൽ പ്രതിപാദിക്കുന്നത്? ജാമ്യം അനുവദിക്കേണ്ട കുറ്റം എന്നതിന്റെ നിർവചനം ഉൾക്കൊള്ളിക്കുന്നതും അതുപോലെ തന്നെ ജാമ്യം അനുവദിക്കേണ്ടതല്ലാത്ത എന്ന് പറഞ്ഞാൽ ജാമ്യം അനുവദിക്കാൻ പാടില്ലാത്ത കുറ്റം എന്നതിനെ കുറിച്ചും പ്രതിപാദിക്കുന്ന BNSSലെ സെക്ഷനാണ് എന്ത്? BNSSലെ സെക്ഷൻ 2C എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറയുന്നത് ജാമ്യം അനുവദിക്കേണ്ട കുറ്റം, എന്താണ് ജാമ്യം അനുവദിക്കാൻ പാടില്ലാത്ത കുറ്റം? സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറയാം. ചെറിയൊരു മോഷണമാണെന്ന് വെച്ചേക്കാം. എന്ന് വെച്ചാല് ഇപ്പോ ബസ്സിനകത്ത് ഞാനിപ്പോ ബസ്സിൽ കയറി പോവുകയാണ്. അപ്പൊ എന്റെ പോക്കറ്റിൽ ഇരുന്ന പേഴ്സിനെ ഒരു കള്ളം വന്നിട്ട് എന്ത് ചെയ്തു? ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു റാൻഡം പേഴ്സൺ എന്ത് ചെയ്തു? പോക്കറ്റ് അടിച്ചു. അത് വലിയ കൊല്ലാനുള്ളതും അതുപോലെ തന്നെ വലിയ വയലൻസ് ഉള്ള ഒരു കുറ്റകൃത്യമൊന്നും അല്ല, അല്ലെ? കുറ്റമാണോ എന്ന് ചോദിച്ചാൽ കുറ്റമാണ്. അതിന് എന്ത് കൊടുക്കാം? ബെയിൽ കൊടുക്കാം, അല്ലെങ്കിൽ ജാമ്യം അനുവദിക്കാൻ കഴിയുന്ന കുറ്റമാണ്. എന്നാൽ ഈ ഒരു ബസ്സിനകത്ത് വെച്ച് തന്നെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കത്തിയെടുത്ത് കുത്തുകയാണെന്ന് വെക്കുക. അത് ചെറിയ കുറ്റമാണോ? അല്ല. ഇങ്ങനെ അതെന്തായിട്ട് മാറും? അത് കൊലപാതക ശ്രമമായിട്ട് മാറും, അല്ലേ? അത് കൊലപാതക ശ്രമമായിട്ട് മാറും. അയാൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ, കുത്തേറ്റ വ്യക്തി മരിക്കുകയാണെങ്കിൽ അത് കൊലക്കുറ്റമായിട്ട് വരെ മാറാനായിട്ട് സാധ്യതയുണ്ട്. ആ ഒരു കുറ്റത്തിന് നമുക്ക് ജാമ്യം കൊടുക്കാനായിട്ട് പറ്റുമോ? പറ്റത്തില്ല, അല്ലെ? അപ്പൊ ഈ പറയുന്ന തരത്തില് കുറ്റങ്ങൾ എന്ത് ചെയ്യുന്നു? ജാമ്യം കൊടുക്കാൻ കഴിയുന്നതും അല്ലെങ്കിൽ ബെയിലബിൾ ആയിട്ടെന്നും അതുപോലെ തന്നെ നോൺ ബെയിലബിൾ അല്ലെങ്കിൽ ജാമ്യം കൊടുക്കാനായിട്ട് കഴിയാത്തതുമായിട്ടുള്ള കുറ്റങ്ങളായിട്ട് തരംതിരിക്കുന്ന തരത്തില് ഈ പറയുന്ന രണ്ട് ഡെഫിനിഷൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള സെക്ഷനാണ് നമ്മുടെ BNSS എന്ന് പറയുമ്പോൾ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 2C എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ എന്തായിരുന്നു? സെക്ഷൻ 2A നമ്മൾ പറഞ്ഞു. A പറഞ്ഞതിന് ശേഷം നമ്മൾ B പറഞ്ഞില്ല. പക്ഷെ B ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ട്. എന്താണ് B എന്ന് പറഞ്ഞാല്? ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്, അല്ലെ? അതിനുശേഷം നമ്മൾ പറഞ്ഞത് 2C ആണ്. 2Cക്കകത്താണ് ഈ പറയുന്ന ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ വരുന്നത്. B ഇല്ല. ആ B നമ്മൾ എവിടെ കൊണ്ടുവന്നു? 2Cക്കകത്ത് കൊണ്ടുവന്നു. അപ്പൊ എന്തായിട്ട് മാറി? 2Cക്കകത്ത് തന്നെ ബെയിലബിൾ ഒഫൻസും വരുന്നുണ്ട്, നോൺ ബെയിലബിൾ ഒഫൻസും വരുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്തിനി നോക്കാനുള്ളത് എന്താണ് BNSSലെ സെക്ഷൻ 2G എന്ന് പറഞ്ഞാൽ എന്താണ് 2G എന്ന് പറഞ്ഞാൽ? കൊഗ്നിസിബിൾ ഒഫൻസുകളെ കുറിച്ച് പരാമർശിക്കുന്ന BNSSലെ വകുപ്പ് ചോദിച്ചാൽ അത് 2G ആണെന്ന് മനസ്സിലാക്കുക. എന്താണ് കൊഗ്നിസിബിൾ ഒഫൻസുകൾ? അപ്പൊ എന്താണ് കൊഗ്നിസിബിൾ കുറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? കൊഗ്നിസിബിൾ കുറ്റം എന്നാൽ BNSSലെ 1-ാം പട്ടിക അനുസരിച്ചോ നിലവിലുള്ള മറ്റേതെങ്കിലും നിയമം അനുസരിച്ചോ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള കുറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൊഗ്നിസിബിൾ കുറ്റം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, കൊഗ്നിസിബിൾ കുറ്റത്തിന് എന്ത് വേണ്ട അറസ്റ്റ് ചെയ്യാനായിട്ട്? വാറണ്ടിന്റെ ആവശ്യമില്ല. വാറണ്ട് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാം. അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്റെ പോക്കറ്റ് അടിക്കുന്ന ഒരു വ്യക്തി, അപ്പോൾ ചെറിയൊരു കുറ്റമാണ്, അല്ലെ? അപ്പോൾ ഈ പറയുന്ന ചെറിയ തരത്തിലുള്ള കുറ്റങ്ങൾക്കൊക്കെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? വാറണ്ട് വേണം. ഓക്കെ, എന്നാൽ കൊഗ്നിസിബിൾ കുറ്റം എന്ന് പറഞ്ഞാൽ അതെന്താണ്? വാറണ്ട് ഇല്ലാതെ പോലീസിന് അറസ്റ്റ് ചെയ്യാം എന്ന് പറയുമ്പോഴത്തേക്കും അത് ഭയങ്കരമായ കുറ്റങ്ങളാവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്? കൊലപാതകമോ അല്ലെങ്കിൽ ഒരു കൊലപാതക ശ്രമമോ അല്ലെങ്കിൽ എന്താണ് ആ രീതിയിലുള്ള ദേഹോപദ്രവത്തിലൊക്കെ ഉള്ള അല്ലെങ്കിൽ എന്താണ് കൊള്ള അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ കുറ്റങ്ങളുണ്ടല്ലോ. അങ്ങനെയുള്ള വലിയ വലിയ കുറ്റങ്ങൾക്കൊന്നും എന്ത് വേണ്ട? അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വാറണ്ടിന്റെ ആവശ്യമില്ല ആക്ച്വലി. ഓക്കെ, എന്ന് വെച്ചാല് പോലീസിന് അറിയാം. എന്ന് വെച്ചാൽ പോലീസിന്റെ മുമ്പിൽ നടക്കുന്ന ഒരു കുറ്റകൃത്യം ആയിരിക്കും, അല്ലെങ്കിൽ ആ പ്രസ്തുത കുറ്റകൃത്യത്തിന് അത്രയും വയലൻസ് നിറഞ്ഞൊരു കുറ്റകൃത്യവും അതുപോലെ തന്നെ ആ കുറ്റകൃത്യത്തിന് അത്രയും സാക്ഷികളും തെളിവുകളും നമുക്കുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ പോലീസിന് എന്ത് വേണ്ട അവിടെ അറസ്റ്റ് ചെയ്യാൻ? വാറണ്ടിന്റെ ആവശ്യമില്ല. അപ്പൊ അങ്ങനെ തരത്തിലുള്ള ആ ഒരു രീതിയിലുള്ള ഭയങ്കരമായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് വയലൻസ് നിറഞ്ഞ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ പോലീസിന് സ്വമേധയാ തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് നമ്മൾ അവിടെ എന്ത് പറയുന്നത്? കൊഗ്നിസിബിൾ കുറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കൊഗ്നിസിബിൾ കുറ്റത്തിനാണെങ്കിൽ പോലീസിന് എന്ത് വേണ്ട അറസ്റ്റ് ചെയ്യാനായിട്ട്? വാറണ്ടിന്റെ ആവശ്യമില്ല. അതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. കൊഗ്നിസിബിൾ കുറ്റം എന്നാൽ BNSSലെ 1-ാം പട്ടിക അനുസരിച്ചോ നിലവിലുള്ള മറ്റേതെങ്കിലും നിയമം അനുസരിച്ചോ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള കുറ്റമാണ് എന്തെന്ന് പറയുന്നത്? കൊഗ്നിസിബിൾ കുറ്റം എന്നാൽ എന്താണ് കൊഗ്നിസിബിൾ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെയാണ്. BNSSലെ 1-ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള മറ്റേതെങ്കിലും നിയമം അനുസരിച്ചോ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്
വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള കേസിനെ പറയുന്ന പേര് വാറണ്ട് കേസ് എന്നാണ്. അപ്പോ എന്താണ് വാറണ്ട് കേസ് എന്ന് പറഞ്ഞാല്? കൊഗ്നിസിബിൾ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാറണ്ട് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള കേസ് ആണെങ്കിൽ കൊഗ്നിസിബിൾ കേസും, വാറണ്ട് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള കുറ്റമാണെങ്കിൽ അതെന്താണ്? അത് കൊഗ്നിസിബിൾ കുറ്റമാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ കൊഗ്നിസിബിൾ ആണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ തന്നെ പഠിച്ചു വെച്ച് കേട്ടോ. കൊഗ്നിസിബിൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണ്ട? വാറണ്ടിന്റെ ആവശ്യം നമുക്ക് ഇല്ല. ക്ലിയർ അല്ലേ? അപ്പൊ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി എത്രത്തോളം ആയിരിക്കുമെന്ന് നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കുക അല്ലെ. അപ്പൊ ചെറിയ കുറ്റമൊന്നും ആയിരിക്കത്തില്ല, സാമാന്യം വലിയൊരു കുറ്റമായതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? വാറണ്ട് ഇല്ലാതെ നമുക്ക് അവിടെ അറസ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നത്. ഇത്രയും കാര്യത്തിൽ ക്ലിയർ അല്ലേ? സംശയമില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്ത സെക്ഷന്റെ കേസ് ആണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് സെക്ഷൻ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് സെക്ഷൻ എച്ച്? പരാതിയാണ് കേട്ടോ. എന്താണ്? പരാതി. പരാതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന BNSSലെ സെക്ഷൻ ആണെന്ത്? സെക്ഷൻ എച്ച്. അത് ഇംഗ്ലീഷിൽ പറയാണെന്നുണ്ടെങ്കിൽ കംപ്ലൈന്റ് എന്ന് പറയും. കണ്ടല്ലോ, നമ്മൾ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീഡിയംസിനെ കുറിച്ച് പഠിച്ചു. വെയിലബിൾ ആൻഡ് നോൺ വെയിലബിൾ ഒഫൻസുകൾ എന്താണെന്ന് പഠിച്ചു. 2Cയിലാണ് വരുന്നത്. 2Gയിൽ എന്താണ് വരുന്നത്? കൊഗ്നിസിബിൾ കുറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? കൊഗ്നിസിബിൾ കേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ നോക്കി. അടുത്ത് 2Hൽ എന്താണ് വരുന്നത്? കംപ്ലൈന്റ്. കംപ്ലൈന്റിന്റെ മലയാളമാണ് എന്ത്? പരാതി. പരാതി എന്താണ്? ഒരു പരാതി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് പരാതി? നമുക്കിപ്പോ എന്തെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിൽ എന്ത് പോവും? ഒരു പരാതി ആയിട്ട് കൊണ്ട് കൊടുക്കുമല്ലേ. കാര്യം എന്താണ്? നമ്മുടെ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട നമ്മുടെ ഒരു നടപടിക്രമം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുക. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ ഈ പറയുന്ന പരാതിയെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് എന്ത് വരുന്നത്? അന്വേഷണം അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ വരുന്നത്. 2H എന്ന് പറഞ്ഞാൽ പരാതിയാണ്. അപ്പൊ എന്താണ് പരാതി എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ എന്താണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് വായിച്ചു നോക്കാം. ഒന്ന് ശ്രദ്ധിക്കുക. ഒരു മജിസ്ട്രേറ്റ് ഈ ഒരു സംഹിത, ഈ പറയുന്ന നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയുടെ കീഴിൽ നടപടി എടുക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി അദ്ദേഹത്തോട് അറിയപ്പെടുന്നവനോ അറിയപ്പെടാത്തവനോ ആയ ഏതെങ്കിലും ഒരാൾ ഒരു കുറ്റം ചെയ്തിരിക്കുന്നുവെന്ന് വാക്കാലോ ലിഖിതമാലോ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആരോപണം എന്ന് അർത്ഥമാക്കുന്നതും അതിൽ പോലീസ് റിപ്പോർട്ട് ഉൾപ്പെടുന്നത് അല്ലാത്തതുമാണ് പരാതി. ദാറ്റ് മീൻസ് പരാതിയിൽ എന്ത് പാടില്ല? പോലീസ് റിപ്പോർട്ട് പാടില്ല. പോലീസ് റിപ്പോർട്ട് ഉണ്ടാവാൻ പാടില്ല. കാരണം ഇത് നമ്മൾ കൊടുക്കുന്ന പരാതിയാണ്. സോ അവിടെ എന്തുണ്ടാവാൻ പാടില്ല? പോലീസ് റിപ്പോർട്ട് ഉണ്ടാവാനായിട്ട് പാടില്ല. ഓക്കെ, ഇവിടെ എന്താണ് പറയുന്നത്? ഒരു മജിസ്ട്രേറ്റ് ഈ ഒരു സംഹിതയുടെ കീഴിൽ നടപടി എടുക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മുടെ മജിസ്ട്രേറ്റിന് അറിയാവുന്ന ആളോ അല്ലെങ്കിൽ അറിയാത്ത ആളോ എന്ത് ചെയ്യുന്നു? വാക്കാലോ അല്ലെങ്കിൽ മൊഴിയാലോ അല്ലെങ്കിൽ ഒരു ലെറ്ററാലോ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു പരാതി എഴുതി കൊടുക്കുകയാണ്, പോലീസിന് കൊടുക്കുകയാണ്. ദാറ്റ് മീൻസ് അവിടെ എന്ത് ചെയ്യുന്നില്ല? പോലീസ് റിപ്പോർട്ട് അവിടെ ആദ്യമേ ഉണ്ടാവുന്നില്ല അല്ലെ. ഇപ്പൊ എനിക്കൊരു പരാതി ഉണ്ട്. എന്റെ സപ്പോസ് ഇപ്പൊ എന്റെ അയൽ വീട്ടുകാരൻ എന്റെ വീട്ടിലേക്ക് വേസ്റ്റ് എടുത്തിരുന്നു. അതൊരു പരാതിയാണ്. ആ പരാതിയിൽ ഓൾറെഡി ഒരു കേസ് ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന കണ്ടീഷൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം എഴുതിക്കൊണ്ട് പോലീസിൽ ആദ്യം ഒരു പരാതി കൊടുക്കുകയാണ്. അപ്പൊ അവിടെ എന്തില്ല? പോലീസിന്റെ റിപ്പോർട്ട് ആദ്യമേ ഇല്ലല്ലോ. ഞാൻ കൊടുത്ത ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ എന്ത് ചെയ്യുന്നത്? റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പൊ പരാതി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫ്രഷ് ആയിട്ട് കൊടുക്കുന്ന ഒരു കംപ്ലൈന്റ് ആണ്. അത് റിട്ടേൺ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചു കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആയിട്ടായിരിക്കാം. അതൊരു പരാതിയാണ്. അപ്പോ ഇത് മജിസ്ട്രേറ്റിന് അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് എന്ത് ചെയ്യണം? ഇതിന്റെ കീഴിൽ അന്വേഷണ നടപടി എടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു പരാതി എഴുതിയിട്ട് പോലീസിന് നമ്മൾ കൊടുക്കുന്നത് അല്ലെ. സോ അവിടെ എന്തുണ്ടാവാൻ പാടില്ല? ആദ്യമേ ഒരു പോലീസ് റിപ്പോർട്ട് ഉണ്ടാവാനായിട്ട് പാടില്ല. ഈ പറയുന്ന പരാതി എന്ന് പറയുന്ന മജിസ്ട്രേറ്റിന് അറിയാവുന്ന ആളായിരിക്കാം, അറിയാത്ത ആളായിരിക്കാം. ദാറ്റ് മീൻസ് ആർക്കെതിരെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരാതി കൊടുക്കാനായിട്ട് അവിടെ കഴിയുന്നതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ ഒരു തരത്തിലുള്ള ഇതിനാണ് പരാതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കംപ്ലൈന്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താണ് ഒരു പരാതി എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പ്രശ്നത്തിൽ നിന്നൊരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പോലീസിന് കൊടുക്കുന്ന ഒരു ഒഫീഷ്യൽ ലെറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? പരാതി എന്ന് പറഞ്ഞാൽ അല്ലെ. അത്രയും മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. സിമ്പിൾ ആണ് കാര്യം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ള നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 2K എന്ന് പറഞ്ഞാൽ എന്താണ് 2K എന്ന് പറഞ്ഞാൽ? അന്വേഷണ വിചാരണ. ശ്രദ്ധിക്കുക, അന്വേഷണ വിചാരണ. അപ്പൊ 2K എന്ന് പറഞ്ഞാൽ എന്താണ്? അന്വേഷണ വിചാരണ. ഇത് പറയുന്നത് ഈ സംഹിതയുടെ കീഴിൽ മജിസ്ട്രേറ്റാലോ അല്ലെങ്കിൽ കോടതിയോ നടത്തുന്നതും വിചാരണ അല്ലാത്തതുമായ ഏതൊന്നും അന്വേഷണ വിചാരണയായി കണക്കാക്കുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റൊന്നും അല്ല പറയുന്നത്. ശ്രദ്ധിക്കുക,
നമ്മുടെ ഇതിൽ കോടതിയുടെ കാര്യമാണ് പറഞ്ഞത്. അന്വേഷണ വിചാരണ എന്ന് പറയുന്നത് കോടതിയുടെ കാര്യമാണ്. ഇപ്പൊ ഒരു പ്രതിയെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? കോടതിയിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, എവിടെ കൊണ്ടുപോകുന്നു? കോടതിയിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഈ കോടതിയിൽ വെച്ച് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഒരുപാട് ചോദ്യങ്ങൾ കോടതിയിൽ വെച്ച് ചോദിക്കും അല്ലെ? പക്ഷെ ഈ കോടതിയിൽ വെച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളല്ല നമ്മൾ അന്വേഷണ വിചാരണ എന്ന് പറയും. അതൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഒരു പ്രതിയെ കോടതിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ കോടതിക്കകത്ത് വെച്ച് കുറെ ചോദ്യങ്ങൾ ചോദിക്കും. അതല്ല അന്വേഷണ വിചാരണ. ഈ പറയുന്ന കോടതിയിൽ എത്തുന്നതിന് മുമ്പ്, അതാണ് പറയുന്നത്, കോടതിയോ ഈ സംഹിതയുടെ കീഴിൽ മജിസ്ട്രേറ്റോ കോടതിയോ നടത്തുന്നതും വിചാരണ അല്ലാത്തതുമായ ഏതൊന്നും അന്വേഷണ വിചാരണയെ കണക്കാക്കുന്നു എന്നാണ് പറയുന്നത്. വെച്ചാല് കോടതിയിൽ വെച്ച് നടത്തുന്ന ഈ പറയുന്ന ചോദ്യോത്തരവേള അല്ല, അല്ലെങ്കിൽ ചോദ്യോത്തരം അല്ല അന്വേഷണ വിചാരണ. അന്വേഷിക്കുന്ന വേളയിൽ, ദാറ്റ് മീൻസ് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന ആ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന കാര്യത്തിൽ കോടതിക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള അധികാരമുണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള അധികാരമുണ്ട്, വിചാരണ നടത്താനുള്ള അധികാരമുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് അന്വേഷണ വിചാരണ എന്ന് പറയുന്നത്. അതാണ് ഇതിനകത്ത് വ്യക്തമായി എഴുതിയിട്ടുള്ളത്. ഈ സംഹിതയുടെ കീഴിൽ മജിസ്ട്രേറ്റാലോ കോടതിയോ നടത്തുന്നതും വിചാരണ അല്ലാത്തതുമായ, അതെന്തല്ല, കോടതിയുടെ വിചാരണ അല്ല ഇത്. അപ്പൊ കോടതിയുടെ വിചാരണ അല്ലാത്തതായിട്ടുള്ള ഏതൊന്നും അന്വേഷണ വിചാരണയെ കണക്കാക്കുന്നു എന്നാണ് പറയുന്നത്. കോടതിക്കകത്ത് വെച്ച് നടത്തുന്ന ആ ഒരു സംസാരമല്ല, അതിന് പുറമെ നടത്തുന്ന ഏതൊരു ഇൻസിഡന്റിനെ അല്ലെങ്കിൽ ഏതൊരു രീതിയിലുള്ള അന്വേഷണ പ്രക്രിയയിൽ നടത്തുന്ന ചോദ്യോത്തരത്തിനെ നമ്മൾ എന്ത് പറയുന്നു? അന്വേഷണം അല്ലെങ്കിൽ അന്വേഷണ വിചാരണ എന്ന് പറയും. ഓക്കെ, അപ്പോ കുറച്ച് കോംപ്ലക്സ് ആണ്, എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? ഇത്രയും സെക്ഷൻസ് നിങ്ങൾ ഇന്നത്തേക്ക് പഠിച്ചാൽ മതിയാവും. അപ്പൊ എന്താണ് കണ്ടന്റ് എന്ന് മനസ്സിലാക്കുക. കണ്ടന്റ് മനസ്സിലാക്കിയ ശേഷം അത് റിഫ്ലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മൾ ഇതിൽ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ്. നമ്മൾ ഇതിൽ എത്ര എണ്ണം പറഞ്ഞു? 1 2A പറഞ്ഞു, 2 2C പറഞ്ഞു, 3 2G പറഞ്ഞു, 4 2H പറഞ്ഞു, അതുപോലെ തന്നെ 5 2K പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് നോക്കിയാൽ മതി. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കും. ഓക്കെ, അപ്പൊ 2Aയിൽ പറഞ്ഞ എന്താണ്? ദൃശ്യശ്രവ്യ ഇലക്ട്രോണിക് മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നമ്മൾ പറഞ്ഞു പണ്ടത്തെ പോലെയൊന്നും അല്ല കാര്യങ്ങൾ. ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് തെളിവുകളെയും കാര്യങ്ങളൊക്കെ വീഡിയോ കോൺഫറൻസിങ്ങും അതുപോലെ തന്നെ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ പ്രതികളെ തിരിച്ചറിയാനും ഒക്കെ കഴിയുന്നതാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ ഡിജിറ്റൽ അല്ലെങ്കിൽ ഓഡിയോ വീഡിയോ വിഷ്വൽ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് പറയുന്നു? ഇലക്ട്രോണിക് മീഡിയംസ് ആണ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീൻസ് എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നമ്മുടെ BNSSലെ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏത് വകുപ്പാണെന്ന് പറയും? നമ്മള് BNSSലെ സെക്ഷൻ 2A ആണെന്ന് നമ്മൾ പറയും. ഓക്കെ, അതിനുശേഷം നമ്മൾ പറഞ്ഞു എന്താണ് 2C. അപ്പൊ നമ്മൾ പറഞ്ഞു 2A കഴിഞ്ഞാൽ പിന്നെ B ഇല്ല എന്ന് പറഞ്ഞല്ലേ? B ഇല്ല. പക്ഷെ ഈ B എവിടെ വരുന്നു? സിക്കകത്ത് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇതിനകത്ത് ബെയിലബിൾ ഒഫൻസുകളെ കുറിച്ചും നോൺ ബെയിലബിൾ ഒഫൻസുകളെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്യുന്നു? 2Cക്കകത്ത് പറയും. എന്താണ് ബെയിലബിൾ എന്ന് പറഞ്ഞാൽ ജാമ്യം അനുവദിക്കുന്ന ചെറിയ കുറ്റങ്ങൾ ബെയിലബിൾ ആണ്. നോൺ ബെയിലബിൾ എന്ന് പറഞ്ഞാൽ ജാമ്യം അനുവദിക്കാൻ കഴിയാത്ത വലിയ കുറ്റങ്ങൾ നോൺ ബെയിലബിൾ ആണ്. ഓക്കെ, അടുത്ത് 2G എന്ന് പറഞ്ഞാൽ എന്താണ് 2G? എന്താണ് കോഗ്നിസിബിൾ കുറ്റങ്ങൾ എന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് 2G. അതിന്റെ പ്രത്യേകത എന്താണ്? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ ഒരു പ്രസ്തുത വ്യക്തിയെ വാറണ്ട് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയും. ദാറ്റ് മീൻസ് അതെന്താണ്? ഒരു വയലൻസ് നിറഞ്ഞ ഒരു ഭീകര കുറ്റകൃത്യമായിരിക്കും. കൊലപാതകം പോലുള്ള വലിയ വലിയ കുറ്റങ്ങളാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം? പോലീസിന് വാറണ്ട് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അല്ലെ? കൊലപാതകം മാത്രമല്ല, ഇന്റൻസിറ്റി കൂടിയ ഏത് ക്രൈം ആണെങ്കിലും അവിടെ പോലീസിന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിനെക്കുറിച്ച് പറയുന്നതാണ് 2G എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ എന്താണ് കോഗ്നിസിബിൾ കുറ്റം എന്ന് ഞാൻ പറഞ്ഞു. കോഗ്നിസിബിൾ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോലീസ് ഉദ്യോഗസ്ഥന് വാറണ്ട് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന കേസിനെ പറയുന്ന പേരാണ് വാറണ്ട് കേസ്. പോലീസ് ഉദ്യോഗസ്ഥന് വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന കുറ്റത്തിനെ പറയുന്ന പേരാണ് വാറണ്ട് കുറ്റം. സിമ്പിൾ അല്ലേ? പിന്നെ നമ്മൾ വന്നു സെക്ഷൻ H, പരാതി. എന്താണ്? നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം പോലീസിന് കൊടുക്കുന്ന റിട്ടേൺ കംപ്ലൈന്റിനെ പറയുന്ന പേരാണ് പരാതി. അതിന് പോലീസ് മുന്നേ റിപ്പോർട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ നേരത്തെ പോലീസ് റിപ്പോർട്ടുള്ള കുറ്റത്തിനല്ല പറയുന്നത്, പോലീസ് റിപ്പോർട്ട് ഇല്ലാത്ത പുതിയ കുറ്റത്തിനെ പറയുന്ന പേരാണ് പരാതി എന്ന് പറയുന്നത്. ഈ പരാതി കൊടുക്കുന്ന ആള് മജിസ്ട്രേറ്റിനെ അറിയാവുന്ന വ്യക്തിയായിരിക്കും, അറിയാത്ത വ്യക്തിയായിരിക്കും. അത്രയോ സിമ്പിൾ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ കേസ് എന്താണ്? 2K, അന്വേഷണ വിചാരണ. എന്ന് വെച്ചാൽ അന്വേഷിക്കുക അല്ലെങ്കിൽ ഒരു കുറ്റത്തെ കുറിച്ച് അന്വേഷിക്കുന്ന വേളയിൽ കോടതിക്കകത്ത് നടക്കാത്ത, വെച്ചാൽ കോടതിക്കകത്ത് വെച്ച് നടക്കുന്ന ആ ഒരു സംവാദത്തിന് അതിനെ നമുക്ക് അന്വേഷണ വിചാരണ എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. അന്വേഷണ വേളയിൽ അന്വേഷണ വേളയിൽ കോടതിക്കകത്ത് വെച്ച് നടക്കുന്നതും വിചാരണ അല്ലാത്തതുമായിട്ടുള്ള ഏതൊരു അന്വേഷണത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അന്വേഷണ വിചാരണയെ കണക്കാക്കുന്നു. ദാറ്റ് മീൻസ് ഈ പറയുന്ന പ്രസ്തുത വ്യക്തിയെ കോടതിക്കകത്ത് വെച്ച് നടത്തുന്ന ആ ഒരു ഇന്ററോഗേഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. അതിന് പുറമെ, ദാറ്റ് മീൻസ് അതിന് പുറത്ത് കോടതി ആയാലും പോലീസ് ആയാലും നടത്തുന്ന ആ ഒരു വിചാരണയെ കുറിച്ച് പറയുന്ന പേരാണ് അന്വേഷണ വിചാരണ. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ബേസിക് ആയിട്ട് ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി ഒരു 4-5 സെക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ
എന്താണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പഴയ CRPC അല്ല എടുത്ത് ഇവിടെ വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ആ ഒരു സെക്ഷന്റെ ഇന്റൻസിറ്റി കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതായിരിക്കും. അപ്പൊ എന്തായാലും കൃത്യമായിട്ട് 2-3 തവണ ക്ലാസ് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ബാച്ചിൽ ജോയിൻ ചെയ്ത് ഇതിന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് 2-3 തവണ വായിച്ച് തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു CPOയുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോഴ്സ് 2025 എന്ന് പറഞ്ഞിട്ട് പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, ബീറ്റിന്റെ കമ്പൈൻഡ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫയർമാൻ മാത്രം മതിയെങ്കിൽ അതിന്റെ ക്ലാസ് ഉണ്ട്, എക്സൈസ് മാത്രം മതിയെങ്കിൽ അതിന്റെ ഉണ്ട്, ഫോറസ്റ്റിന്റെ ഉണ്ടെങ്കിൽ അതിന്റെ ഉണ്ട്, ഡ്രൈവർ ക്ലാസ്സുകൾ CPO ഡ്രൈവറും അതുപോലെ തന്നെ നമ്മുടെ ഫയർഫോഴ്സ് ഡ്രൈവറിന്റെയും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നോളജ് ഫാക്ടറിയുടെ കൂടെ തന്നെ ഉണ്ടാവുക. ഞാൻ നിങ്ങളുടെ കൂടെ അവസാനം വരെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.